എജ്യുഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വരുന്ന പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യൻ സൈന്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻക്യുബേഷൻ സെൻറ്റർ IAAIIC ആരംഭിച്ച നഗരം? ബംഗളൂരു. ബംഗളൂരുവിലാണ് ഇന്ത്യൻ സൈന്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻക്യുബേഷൻ സെൻറ്റർ ആരംഭിച്ചത്. ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട്രിക് വാഹന സൂചിക പുറത്തിറക്കിയ സ്ഥാപനം? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട്രിക് വാഹന സൂചിക പുറത്തിറക്കിയത്. കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന പ്രദേശം? ചീമേനി. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന പ്രദേശം. ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായത്? ജസ്റ്റിസ് സൂര്യകാന്ത്. ജസ്റ്റിസ് സൂര്യകാന്താണ് ദേശീയ ലീഗൽ സർവീസസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായത്. പൊതു സ്വകാര്യ ആശുപത്രികൾ പാമ്പുകടിയേറ്റ കേസുകളും മരണവും സർക്കാരിനെ അറിയിക്കാൻ നിയമപരമായി ബാധ്യസ്ഥരാണ്. അറിയിക്കാവുന്ന രോഗം അഥവാ നോട്ടിഫിയബിൾ ഡിസീസ് ആണ് എന്ന് പ്രഖ്യാപിച്ച മന്ത്രാലയം? ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയമാണ് പൊതു സ്വകാര്യ ആശുപത്രികൾ പാമ്പുകടിയേറ്റ കേസുകളും മരണവും സർക്കാരിനെ അറിയിക്കാൻ നിയമപരമായി ബാധ്യസ്ഥരാണ്. അറിയിക്കാവുന്ന രോഗമാണ് ഇതെന്ന് പ്രഖ്യാപിച്ച മന്ത്രാലയം. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത? സുനിത വില്യംസ്. സുനിത വില്യംസ് ആണ് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് സ്പേസ് വാക്കിംഗ് നടത്തിയ വനിത. പ്രഥമ ബാലഭാസ്കർ പുരസ്കാരം ലഭിച്ചത്? ശ്രീനിവാസ്. ഗായകൻ ശ്രീനിവാസിനാണ് പ്രഥമ ബാലഭാസ്കർ പുരസ്കാരം ലഭിച്ചത്. 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ച രാജ്യം? UAE. UAE ആണ് 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ച രാജ്യം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ? ശുഭാൻഷു ശുക്ല. ശുഭാൻഷു ശുക്ലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ. 38ാം ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ സ്വർണം നേടിയത്? സുഫ്ന ജാസ്മിൻ. സുഫ്ന ജാസ്മിനാണ് 38ാം ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ സ്വർണം നേടിയത്. 100 മില്യൺ ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ 17 മിനിറ്റോളം കത്തിജ്വലിച്ച ചൈനയുടെ കൃത്രിമ സൂര്യൻ? എക്സ്പെരിമെൻ്റൽ അഡ്വാൻസ് സൂപ്പർ കണ്ടക്റ്റിംഗ് ടോക്കാമാക് അഥവാ ഈസ്റ്റ്. എക്സ്പെരിമെൻ്റൽ അഡ്വാൻസ് സൂപ്പർ കണ്ടക്റ്റിംഗ് ടോക്കാമാക് അഥവാ ഈസ്റ്റാണ് 100 മില്യൺ ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ 17 മിനിറ്റോളം കത്തിജ്വലിച്ച ചൈനയുടെ കൃത്രിമ സൂര്യൻ. 2025 മിസിസ് വേൾഡ് കിരീടം നേടിയത്? ഷെഗോ ഗെയ്ലെ. ദക്ഷിണാഫ്രിക്കയുടെ ഷെഗോ ഗെയ്ലെയാണ് 2025 മിസിസ് വേൾഡ് കിരീടം നേടിയത്. ഇന്ത്യയിലെ ആദ്യ ഫെററ്റ് റിസർച്ച് ഫെസിലിറ്റി നിലവിൽ വരുന്നത്? ഫരീദാബാദ്. ഹരിയാനയിലെ ഫരീദാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫെററ്റ് റിസർച്ച് ഫെസിലിറ്റി നിലവിൽ വരുന്നത്. റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്ന സൂപ്പർ ആപ്പ്? സ്വറെയിൽ. സ്വറെയിൽ എന്ന ആപ്പാണ് റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്ന സൂപ്പർ ആപ്പ്. 87ാമത് ടാറ്റ സ്റ്റീൽ ചെസ്സിൽ ജേതാവായത്? പ്രജ്ഞാനന്ദ. പ്രജ്ഞാനന്ദയാണ് 87ാമത് ടാറ്റ സ്റ്റീൽ ചെസ്സിൽ ജേതാവായത്. ഇന്ത്യയിൽ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്നത്? രേവ. മധ്യപ്രദേശിലെ രേവയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്നത്. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാമ്പയിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ? മഞ്ജു വാര്യർ. മഞ്ജു വാര്യറാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാമ്പയിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ. ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്? കച്ച്. ഗുജറാത്തിലെ കച്ചിലാണ് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. 38ാമത് ദേശീയ ഗെയിംസ് നീന്തലിൽ 3 സ്വർണം നേടിയ മലയാളി വനിത?
ഹർഷിത ജയറാമാണ് 38ാമത് ദേശീയ ഗെയിംസ് നീന്തലിൽ 3 സ്വർണം നേടിയ മലയാളി വനിത. സൊമാറ്റോ ലിമിറ്റഡിൻ്റെ പുതിയ പേര് എറ്റേണൽ ലിമിറ്റഡ് എന്നതാണ് സൊമാറ്റോ ലിമിറ്റഡിൻ്റെ പുതിയ പേര്. ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡിൻ്റെ ആസ്ഥാനമായ ഫോർട്ട് വില്യമിൻ്റെ പുതിയ പേര് വിജയ് ദുർഗ് എന്നതാണ് ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡിൻ്റെ ആസ്ഥാനമായ ഫോർട്ട് വില്യമിൻ്റെ പുതിയ പേര്. മലയാള സിനിമയിൽ ആദ്യമായി ഓഡിയോ ട്രെയിലർ പുറത്തിറക്കിയ സിനിമ വടക്കൻ. മലയാള സിനിമയിൽ ആദ്യമായി ഓഡിയോ ട്രെയിലർ പുറത്തിറക്കിയ സിനിമയാണ് വടക്കൻ. 17ാമത് ബഷീർ അവാർഡിന് അർഹനായത് PN ഗോപികൃഷ്ണനാണ് 17ാമത് ബഷീർ അവാർഡിന് അർഹനായത്. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ 9 അംഗ അത്ലറ്റ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? അഞ്ജു ബോബി ജോർജാണ് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ 9 അംഗ അത്ലറ്റിക്സ് കമ്മീഷൻ്റെ ചെയർമാൻ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് തൃശ്ശൂരാണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത്. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണം നാഡീ തരംഗിണി എന്ന ഉപകരണമാണ് ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണം. ഉയരാം ഒത്തുചേർന്ന് എന്ന പുസ്തകം എഴുതിയത് കെ രാധാകൃഷ്ണനാണ് ഉയരാം ഒത്തുചേർന്ന് എന്ന പുസ്തകം എഴുതിയത്. വിദ്യാർത്ഥികളുടെ ഹാജർ, അക്കാദമിക് പുരോഗതി, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനായി കൈറ്റ് വികസിപ്പിച്ച ആപ്പ് സമ്പൂർണ്ണ പ്ലസ് എന്ന ആപ്പാണ് വിദ്യാർത്ഥികളുടെ ഹാജർ, അക്കാദമിക് പുരോഗതി, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനായി കൈറ്റ് വികസിപ്പിച്ച ആപ്പ്. അടുത്തിടെ പുറത്തിറങ്ങിയ കാവേരി നദിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി കാവേരി റിവർ ഓഫ് ലൈഫ് എന്നതാണ് അടുത്തിടെ പുറത്തിറങ്ങിയ കാവേരി നദിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി. ഡ്രോണുകളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈൽ ഭാർഗവാസ്ത്ര എന്ന മിസൈലാണ് ഡ്രോണുകളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈൽ. മാതാപിതാക്കളുടെയോ മക്കളുടെയോ ജീവിത പങ്കാളിയുടെയോ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനുള്ള അവകാശം മതവിശ്വാസത്തിനുള്ള മൗലികാവകാശത്തിൻ്റെ ഭാഗമാണെന്ന് വിധിച്ച കോടതി മദ്രാസ് ഹൈക്കോടതി. മാതാപിതാക്കളുടെയോ മക്കളുടെയോ ജീവിത പങ്കാളിയുടെയോ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശം മതവിശ്വാസത്തിനുള്ള മൗലികാവകാശത്തിൻ്റെ ഭാഗമാണെന്ന് വിധിച്ചത് മദ്രാസ് ഹൈക്കോടതിയാണ്. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച താരം നൊവാക് ജോക്കോവിച്ച് ആണ് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച താരം. 38ാമത് ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതിയായിരുന്നു 38ാമത് ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്ന് വിധിച്ച ഹൈക്കോടതി. 2025 ഖോ പുരുഷ ലോകകപ്പ് ജേതാക്കളായത് ഇന്ത്യയാണ് 2025 ഖോ പുരുഷ ലോകകപ്പ് ജേതാക്കൾ. 2025 ഖോ വനിതാ ലോകകപ്പിൽ ജേതാക്കളായത് ഇന്ത്യയാണ് ഖോ വനിതാ ലോകകപ്പ് 2025 വിജയികൾ. അടുത്തിടെ സ്ട്രോക്കിൽ നിന്ന് സുഖം പ്രാപിക്കാൻ സഹായിക്കുന്ന റോബോട്ടിക് ഹാൻഡ് എക്സോ സ്കെലിറ്റൻ വികസിപ്പിച്ചത് IIT കാൺപൂർ ആണ് അടുത്തിടെ സ്ട്രോക്കിൽ നിന്ന് സുഖം പ്രാപിക്കാൻ സഹായിക്കുന്ന റോബോട്ടിക് ഹാൻഡ് എക്സോ സ്കെലിറ്റൻ വികസിപ്പിച്ചത്. 2025 ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം നേടിയ മലയാളി ജിതിൻ വിജയനാണ് 2025 ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം നേടിയ മലയാളി. 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയ കേരളത്തിലെ ആദിവാസി രാജാവ് രാമൻ രാജമന്നനാണ് 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയ കേരളത്തിലെ ആദിവാസി രാജാവ്. ഇന്ത്യൻ ആർമിയുടെ നിരീക്ഷണ ശേഷി നവീകരിക്കുന്നതിനായി വികസിപ്പിച്ച
ബാറ്റിൽ ഫീൽഡ് സർവലൈൻസ് സിസ്റ്റം BSS. സഞ്ജയ് ആണ് ഇന്ത്യൻ ആർമിയുടെ നിരീക്ഷണശേഷി നവീകരിക്കുന്നതിനായി വികസിപ്പിച്ച BSS ബാറ്റിൽ ഫീൽഡ് സർവലൈൻസ് സിസ്റ്റം. 2025 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം USA ആണ് 2025 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം. എവറസ്റ്റിലെ മലിനീകരണ പ്രശ്നം പരിഹരിക്കുന്നതിനായി എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടിയ രാജ്യം നേപ്പാളാണ് എവറസ്റ്റിലെ മലിനീകരണ പ്രശ്നം പരിഹരിക്കുന്നതിനായി എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടിയ രാജ്യം. ഗുജറാത്തിലെ ജാംനഗറിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്റർ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഗുജറാത്തിലെ ജാംനഗറിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്റർ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത്. തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വൈശാഖനാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ ആരംഭിച്ചത് ജമ്മു ആൻഡ് കാശ്മീറാണ് ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ ആരംഭിച്ചത്. വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കാൻ കേരളം ആരംഭിക്കുന്ന പദ്ധതി മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ മിഷൻ FFW. വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കാൻ കേരളം ആരംഭിക്കുന്ന പദ്ധതിയാണ് മിഷൻ FFW മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ. ഇന്ത്യയിൽ ആദ്യമായി വാട്സാപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിൽ ആദ്യമായി വാട്സാപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനം. രാത്രി 11 മണിക്ക് ശേഷം 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ തിയേറ്ററുകളിൽ വന്ന് സിനിമ കാണാൻ അനുവദിക്കരുതെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി തെലങ്കാന ഹൈക്കോടതിയാണ് രാത്രി 11 മണിക്ക് ശേഷം 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ തിയേറ്ററുകളിൽ വന്ന് സിനിമ കാണാൻ അനുവദിക്കരുതെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി. കേരള കലാമണ്ഡലത്തിലെ ആദ്യ നൃത്താധ്യാപകൻ RLV രാമകൃഷ്ണനാണ് കേരള കലാമണ്ഡലത്തിലെ ആദ്യ നൃത്താധ്യാപകൻ. ചന്ദ്രോപരിതലത്തിലെ മണ്ണിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച വാക്വം ക്ലീനർ ലൂണാർ പ്ലാനറ്റ് വാക്ക് എന്നതാണ് ചന്ദ്രോപരിതലത്തിലെ മണ്ണിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച വാക്വം ക്ലീനർ ലൂണാർ പ്ലാനറ്റ് വാക്ക് LPV. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.